ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അൽഫോൺസ് ഇലക്ട്രോണിക്സിലേക്ക് സ്വാഗതം. ഞാനിവിടെ പറയാൻ പോകുന്നത് എങ്ങനെ റെഡ്മി 9 മൊബൈലിൽ വാൾപേപ്പർ സെറ്റ് ചെയ്യാമെന്നാണ്. ഇത് സെറ്റ് ചെയ്യുന്നതിൻ്റെ A to Z കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോകുക. എവിടെയെങ്കിലും നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാൾപേപ്പർ സെറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലിൻ്റെ ലോ സ്ക്രീൻ പോസ്റ്റർ ഒരു പോർഷൻ ഉണ്ട്. ആ പോസ്റ്റർ മാറ്റാൻ വേണ്ടിയാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം, ഇങ്ങനെ ഓരോ വട്ടം ഫോൺ ഓഫ് ചെയ്തിട്ട് ഓണാക്കുമ്പോഴും ഈ പല പല ഫോട്ടോസ് വരുന്നത്. അത് പെട്ടെന്ന് നമ്മുടെ മൊബൈലിൻ്റെ ചാർജ് തീർക്കാൻ വേണ്ടി കുഴപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളത് ആദ്യം മാറ്റണം. ഇത് മാറ്റാനായി നമ്മൾ ആദ്യം സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ ചെന്നിട്ട് നമുക്ക് ലോ സ്ക്രീൻ ഒരു ഓപ്ഷൻ കാണാൻ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഗ്ലാൻസ് ടു MI എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഓപ്ഷൻ ടേൺ ഓൺ ആയി കിടക്കുന്ന കാണാൻ പറ്റും. ഇത് ഓഫ് ചെയ്യുക. അത് ഓഫ് ചെയ്യുമ്പം ഒന്ന് മാറിക്കോളും. ഇനിയാണ് നമ്മൾ ഫോണിൻ്റെ വാൾപേപ്പർ മാറ്റാൻ പോകുന്നത്. അതിന് നമ്മൾ ചുമ്മാ നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിലോട്ട് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ നമുക്ക് 3 ഓപ്ഷൻ വരും. അതിനകത്ത് വാൾപേപ്പറിൻ്റെ ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് 2 ഓപ്ഷനുണ്ട് മാറ്റാൻ. ആദ്യത്തെ ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇടത് ഭാഗത്ത് ഏറ്റവും മേളിലായിട്ട് ഈ കളക്ഷൻസ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള തീമിലുള്ള വാൾപേപ്പർ കാണാൻ പറ്റും. നമുക്ക് നമ്മൾ ഇതിനകത്ത് നിന്ന് എടുക്കുക. ഞാൻ ഓരോന്നിനകത്ത് കാണിച്ചു തരാം. ആദ്യം ഞാൻ ഈ കാർഡൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണിച്ചു തരാം. ഇതാണ് കാർഡ്സ് നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓപ്ഷൻസ്. ഇഷ്ടം പോലെ വാൾപേപ്പർ നമുക്കിവിടെ കാണാൻ പറ്റും. പല ആംഗിളിൽ നിന്നെടുത്ത് നല്ല നല്ല കാറുകളുടെ ഓരോ ആംഗിളിൽ നിന്നെടുത്ത് നല്ല നല്ല ഫോട്ടോസ് കാണാൻ പറ്റും. ഈ ഡാർക്ക് മോഡിന് വേണ്ടി ഡാർക്ക് മോഡ് എടുക്കാം, ലൈറ്റ് മോഡ് എടുക്കാം. പല നിങ്ങളുടെ ഫോണിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് എടുക്കാം. പിന്നെ വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ഇതുപോലെ തന്നെ വളരെ നല്ല നല്ല വാൾപേപ്പർ കാണാൻ പറ്റും. ഇതല്ലാതെ വേറൊരു ഓപ്ഷനുകളുണ്ട്. നമ്മൾ ബാക്ക് അടിച്ച് നമ്മുടെ മറ്റേ പേജിലോട്ട് പോവുക. ഹോം പേജിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ വലത് ഭാഗത്തായിട്ട് ഏറ്റവും താഴെ പ്രൊഫൈൽ. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു വാൾപേപ്പർ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലുള്ള നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് വാൾപേപ്പർ കാണാൻ പറ്റും. ഇതല്ല, നമുക്ക് ഇനി അഡീഷണലായിട്ട് ഇനി വാൾപേപ്പർ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്ലസ് ഓപ്ഷൻ കാണാൻ പറ്റും താഴെ. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പം കുറേ ഓപ്ഷൻസ് വരും. നിങ്ങളുടെ എവിടെയാണ് വാൾപേപ്പർ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് വാൾപേപ്പർ എടുക്കുക. ഞാനിപ്പം ഗാലറി നിന്ന് എടുക്കുന്നു. നമ്മൾ ഗാലറി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ വാൾപേപ്പർ കാണാൻ പറ്റും. നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസ് കാണാൻ പറ്റും. വാൾപേപ്പർ അല്ല, ഫോട്ടോസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അവിടെ നിന്ന് എടുത്താൽ മതി. നിങ്ങൾക്ക് ഏത് ഫോട്ടോ ഉണ്ടെന്ന് എടുക്കാൻ പറ്റും. പക്ഷേ പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈ വാൾപേപ്പർ എന്നൊരു ഓപ്ഷൻ നമുക്ക് വേറെ കാണാൻ പറ്റും. അവിടെ നമുക്ക് 5 കൂടുതൽ എടുത്തിട്ട് ഒക്കത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഇനി നമുക്കിതെങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്തൊരു ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്തിട്ട് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓപ്ഷൻ വരും. ഇനി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതിനിടയ്ക്ക് നമുക്ക് മേളിൽ വാൾപേപ്പർ സ്ക്രോൾ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ഓരോ ഓപ്ഷൻസ് കാണുമല്ലോ. പല പല തട്ടുതട്ടായിട്ടായിരിക്കുമല്ലോ നമ്മുടെ ഫോണിൻ്റെ ഇരിക്കുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പം അതുപോലെ തന്നെ ഈ പുലിയുടെ മുഖം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറും. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, കാരണം വളരെ ചെറുതായിട്ടാണ് ഫോട്ടോ ഇരിക്കുന്നത്. ഇനി നമുക്ക് താഴെ കാണുന്ന
അപ്ലൈ എന്ന് പറയുന്ന ബട്ടണിലേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു 3 ഓപ്ഷൻ വരും. ഏതൊക്കെയാണ്? സെറ്റ് ആസ് വാൾപേപ്പർ, ലോക്ക് സ്ക്രീൻ, ഹോം പേജ് ലോക്ക് സ്ക്രീൻ എന്ന് പറഞ്ഞുകൊണ്ട്, പിന്നെ ബോത്ത്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ ഏറ്റവും മണ്ടയ്ക്കകത്ത് നമുക്ക് കാണാൻ പറ്റും ലൈവ് വാൾപേപ്പർ. അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ വാൾപേപ്പർ ലൈവായിട്ടുള്ള വാൾപേപ്പർ എടുക്കാൻ പറ്റും. അതായത് ഈ വീഡിയോസ് എടുക്കാൻ പറ്റും. പക്ഷേ എനിക്കത് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. സൗണ്ടൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മാത്രമല്ല പെട്ടെന്ന് മൊബൈലിൻ്റെ ചാർജ് പെട്ടെന്ന് വളരെ സ്പീഡിൽ തീരുകയും ചെയ്യും. നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് വാൾപേപ്പർ ഒക്കെ എടുക്കാം. പക്ഷേ അതിന് നല്ല നെറ്റുള്ള മൊബൈലിനകത്ത് എടുക്കാൻ. അപ്പം നമുക്ക് നോക്കാം വാൾപേപ്പർ ശരിയായി നോക്കാം. ഞാൻ ഇട്ട വാൾപേപ്പറെല്ലാം വന്നിട്ടുണ്ട്. ഇനി എനിക്ക് വേറെ കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വിവോ Y12 എന്ന് പറയുന്ന മൊബൈലിൻ്റെ വാൾപേപ്പർ മാറ്റുന്ന വല്ലതും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ വിവോ Y12 എന്നൊരു കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വേറൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.